മുൻ എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായിരുന്ന എ.വി. ഗോപിനാഥ് റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുകയാണ്. പ്രതീക്ഷിച്ചിരുന്നോ യു.ഡി.എഫിന് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാവുമെന്ന്? ഉറപ്പാണ്. ഏകദേശം ഞാനുമായി ബന്ധപ്പെട്ട ആളുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് 10ൻ്റെ അപ്പുറം ഭൂരിപക്ഷം നോക്കിയാൽ മതിയെന്ന്. തെരഞ്ഞെടുപ്പിന് ഒരു ഫലം മുൻപ് ഞാൻ പറഞ്ഞു 10,000-ൻ്റെ അപ്പുറം വോട്ട് എൻ്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടൻ ജയിക്കും എന്ന് ഞാൻ പറഞ്ഞു. രാഹുലിനോട് ചോദിച്ചു നോക്കി. രാഹുലിനോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ വലിയ ഭൂരിപക്ഷം ജയിക്കുന്നു. രാഹുലിനോട് ഞാൻ പറഞ്ഞു. രാഹുലിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത് എന്താണെന്നാണ് കണക്കാക്കുന്നത്? അത് രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പിൽ രണ്ടാളും ജയിക്കില്ല, ഒരു കൂട്ടം ജയിക്കില്ലല്ലോ. രാഹുലിന് ജയിക്കാനുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുണ്ടുകൂടി വന്നു. അതുകൊണ്ടാണ് ജയിക്കുമായിരുന്നു ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് വന്നത്. ഞാനൊരു 10-15 വരും. അത് സ്വാഭാവികമായിട്ടും പാലക്കാടിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെയാണ്. അത് വരും. മതന്യൂനപക്ഷങ്ങളിൽ ജാസ്തിയുള്ള സ്ഥലങ്ങൾ, പിന്നെ ടൗൺ ഏരിയയിൽ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വരും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് വരും. പക്ഷെ എന്നാലും ഇടതുപക്ഷത്തിന് മുൻതൂക്കം കൂടാൻ, രണ്ടാമത്തെ ആകാൻ വേണ്ടി അവരുടെ പരിശ്രമം ഉണ്ടായിരുന്നു. അത് ചില കൊണ്ട് നടക്കുന്ന ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് പരിശോധിക്കേണ്ടത് അവരുടെ പാർട്ടികളാണ്. LDFന് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. LDFിൻ്റെ ഈ നടത്തിപ്പിൽ അവർ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചത് നല്ല സ്ഥാനാർത്ഥിയാണ്. പ്രവർത്തനം നന്നായി നടത്തിയിട്ടുണ്ട്. ഈ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഉരുണ്ടുകൂടിയ ചില വിഷയങ്ങൾ അവർക്ക് ചില പ്രശ്നങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ പെട്ടി വിവാദവും അതുപോലെ തന്നെ അവസാനം വന്ന ഈ പത്രപരസ്യങ്ങളെല്ലാം LDFന് തിരിച്ചടിയാവാണ് ഉണ്ടായത്. അങ്ങനെ തോന്നിയിട്ടുണ്ട്? പെട്ടി വിവാദം ജനങ്ങൾക്ക് എന്താണ് ഇന്നുണ്ടായ ദിവസം ഇന്ന് കഴിഞ്ഞു, നാളെ കഴിഞ്ഞാൽ പുതിയ വിഷയം, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട. ജനങ്ങളെ സംബന്ധിച്ച് ഒന്നും സീരിയസ് ആക്കി എടുക്കാറില്ല ഒരു വിഷയവും. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ചില വിഷയങ്ങൾ സമൂഹത്തിനെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. ഈ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും വിഷയമായിട്ടുണ്ട് തോന്നുന്നു. സ്വാഭാവികമായിട്ടുമുണ്ട്. കർഷകന് നെല്ലിൻ്റെ വില കിട്ടുന്നില്ല, കർഷകരെ സഹായിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. സർക്കാർ ഇനിയെങ്കിലും കർഷകരോടുള്ള ഈ സമീപനം മാറ്റണം, അല്ലെങ്കിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും ഇപ്പം ഞാൻ പറയാം, രാഹുൽ മാങ്കൂട്ടൻ നല്ല സ്ഥാനാർത്ഥി, നല്ല കഴിവുണ്ട്, മിടുക്കനാണ്, ഒരു പെർസെൻറ്റേജ് അതിലേക്ക് പോകുമല്ലോ. അതുകൊണ്ട് സരിൻ മോശമെന്നല്ല, സരിന് നല്ല സ്ഥാനം. പക്ഷേ രണ്ട് പ്രസ്ഥാനങ്ങളുടെ വ്യത്യാസങ്ങളാണ്, സ്ഥാനാർത്ഥികളുടെ വ്യത്യാസമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നമ്മൾ രാഷ്ട്രീയം എപ്പോഴും പ്രസംഗം മാത്രം നടക്കുന്നത്. നമ്മൾ ബേസ് പഠിക്കാറുണ്ട്. ഇതെവിടേക്കാണ് പോക്ക്, എന്താണ് നമ്മൾ പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഒരു 15,000-നുള്ളിൽ ജയിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞു. 10, 12, 13 വരാൻ സാധ്യത പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ രണ്ട് കൂട്ടരും ഏകദേശം ഒരുമിച്ച് പോയി. ഗവൺമെൻറ് നയങ്ങൾ തിരുത്തി ജനങ്ങളെ ആശ്വസിപ്പിക്കാത്തൊരു സമീപനം വന്നാൽ, അത് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം, വന്നാൽ വീണ്ടും ഇടതുപക്ഷം തിരിച്ചു വരും. ഞാൻ മാത്രം പറയാം, ഇടതുപക്ഷം ഇപ്പോൾ ചേലക്കര വോട്ടിൻ്റെ കാര്യം പറഞ്ഞു. എന്തായിക്കോട്ടെ, ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരാണെങ്കിൽ ചേലക്കരയിൽ മാത്രം ഇതില്ലാതാവൂ. ചേലക്കര ജയിച്ചത് ഈ വിഷയമൊക്കെ ചേലക്കരയിലുണ്ടല്ലോ. ഭരണവിരുദ്ധ വികാരമാണെന്ന് കരുതുന്നില്ല. ഭരണവിരുദ്ധ വികാരമാണെന്ന് ഞാൻ തോന്നുന്നില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ രമ്യ ഹരിദാസ് തോൽക്കുമോ? 20 ജയിക്കണ്ടേ രമ്യ ഹരിദാസ്? പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല സ്ഥലത്തും പലതും സംഭവിക്കും. ഈ BJPയുടെ വോട്ടിൽ വലിയൊരു ചോർച്ച ഉണ്ടായിട്ടുണ്ട്. 11,000-ൽ പരം വോട്ടുകളാണ് അവർക്ക് ഇത്തവണ നഷ്ടമായിട്ടുള്ളത്. അത് എങ്ങോട്ട് പോയെന്നാണ് കരുതുന്നത്? ഇത് ഭരണ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയത് കാണാനില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ നഷ്ടപ്പെട്ട വോട്ടുകൾ ഇതിൽ കാണാനില്ലല്ലോ. അതിൻ്റെ ഭൂരിപക്ഷവും വർദ്ധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആർക്ക് കൊടുത്തു എന്ന് ഞാൻ പറയാൻ തയ്യാറായില്ലെങ്കിലും അത് സ്വാഭാവികമായും രാഷ്ട്രീയ കണക്കുകൂട്ടൽ കൂടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് കോൺഗ്രസും ശ്രദ്ധിക്കണം, ഇന്നത്തെ സാഹചര്യം കോൺഗ്രസ് പാർട്ടി ശ്രദ്ധിക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രദ്ധിക്കണം, BJP. എന്താണ് ഈ സാഹചര്യം എല്ലാ കാലത്തും നിലനിർത്താൻ കഴിയുമോ? കഴിഞ്ഞ ഷാഫി ജയിക്കുമ്പോൾ ഏറ്റവും ഭൂരിപക്ഷം ജയിച്ചു, അതിനേക്കാൾ ഭൂരിപക്ഷം വന്നില്ലേ? തിരിച്ചും വരല്ല. അപ്പോൾ അത് മൂന്നാളും വിലയിരുത്തിയ രാഷ്ട്രീയ പാർട്ടികൾ സാഹചര്യങ്ങളെ പൂർണ്ണമായും വിലയിരുത്തി ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കണം. LDF അവരുടെ സംഘടനാ സംവിധാനം കുറച്ചും കൂടിയും കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സരിൻ 2ാം സ്ഥാനത്തേക്ക് എത്തുമായിരുന്നു. കാര്യക്ഷമമായെങ്കിൽ 2ാം സ്ഥാനത്ത് എത്തുമായിരുന്നു. ഇത്രയൊന്നും മാർജം വരില്ല. LDFിൻ്റെ സംഘടനാ സംവിധാനം കുറച്ചും കൂടി കാര്യക്ഷമമായിരുന്നെങ്കിൽ ഉറപ്പാണ് 2ാം സ്ഥാനത്ത് വരില്ല. 1ാം സ്ഥാനത്ത് എന്തായാലും വരാൻ കഴിയില്ല. കാരണം ആ നിയോജകമണ്ഡലത്തിൻ്റെ കിടപ്പ് അങ്ങനെയാണ്. പക്ഷേ 2ാം സ്ഥാനം കിട്ടുമായിരുന്നു.
രണ്ടാം സ്ഥാനം കിട്ടുക. എന്താ സംശയം കിട്ടുന്നതിന്? അവരുടെ എത്ര വോട്ടാ ഗോപിയേട്ടൻ പ്രതീക്ഷിച്ചത്? ആർക്ക്? സരിന് എത്ര വോട്ട് പിടിക്കുന്ന കരുതിയിരുന്നു? സരിൻ ഇന്നിപ്പോൾ ഇപ്രാവശ്യം കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു 10,000-2,000 വോട്ടും കൂടി കൂടുമായിരുന്നു. 40,000-ത്തിനടുത്ത് വരും. അതാണ് എൻ്റെ കണക്ക് കൂട്ടലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇത് വളരെ മോശമായ സ്ഥിതിയിലേക്ക് വരും. രണ്ടാം സ്ഥാനം BJP തന്നെ പോകും. രണ്ടാം സ്ഥാനം കണ്ണാടിയിലെയും മാത്തൂരിലെയും വോട്ട് ഒരു 5,000 കിട്ടേണ്ടതാണ്. 2.5 വെച്ച് എന്നാരെങ്കിലും കിട്ടേണ്ട. അത് അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായും BJP രണ്ടാം സ്ഥാനത്ത് വരും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനല്ല, പൊതുപ്രവർത്തനത്തിന് പോയിട്ടുമില്ല. ഇപ്പോൾ CPM-ന് വേണ്ടിയിട്ട് ഒരു കക്ഷിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. രാഹുൽ ജയിച്ചാലും സരിൻ ജയിച്ചാലും കൃഷ്ണകുമാർ ജയിച്ചാലും എന്തോ ആയിക്കോട്ടെ, എൻ്റെ സ്വതന്ത്ര സംവിധാനത്തിൽ ഉറച്ചു നിന്ന ആളാണ് ഞാൻ. ആരുമായിട്ടും ബന്ധപ്പെടാൻ പോയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ യാത്രയിൽ നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാൽ എനിക്കറിയും ഇത് എവിടേക്കാണ് പോക്ക്. ഞാൻ അത്ര പരിചയം ഇതിൽ ഒരു 15 വയസ്സ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ കണക്കൂട്ടൽ പ്രകാരം കൃത്യമായി വന്നു ഒരു 4,000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിച്ച ഒരു വിജയം തന്നെയാണ് കോൺഗ്രസ്. ഉറപ്പാണ്. ഞാൻ 100% ആരെന്നല്ല, ഒരു കോൺഗ്രസ് അനുഭാവി എന്ന നിലയ്ക്ക് ഞാനൊരു പാർട്ടിയിൽ ചേരാത്തതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ജയിക്കും എന്നുള്ളത് 100% തീരുമാനിച്ചവനാണ് ഞാൻ. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.